തെരഞ്ഞെടുപ്പിന് കൊല്ലം ജില്ലയിൽ ഒരുക്കം പൂർത്തിയായതായി ജില്ലാ കളക്ടർ എൻ ദേവിദാസ്. 20,84,011 വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. 2,256 പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. സ്ഥാനാർത്ഥിക്ക് പരമാവധി ചെലവഴിക്കാവുന്ന തുക 40 ലക്ഷമാണെന്നും കളക്ടർ അറിയിച്ചു. കൊല്ലം ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം പൂർത്തിയായതായി ജില്ലാ കളക്ടർ എൻ ദേവിദാസ് അറിയിച്ചു. ജില്ലയിലാകെ 2,256 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. നഗരപ്രദേശങ്ങളിൽ 1,816 എണ്ണവും ഗ്രാമപ്രദേശങ്ങളിൽ 440 എണ്ണവുമുണ്ട്. ജില്ലയിൽ 180 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. ഇതിൽ 40 എണ്ണം ഗ്രാമപ്രദേശങ്ങളിലാണ്. ഇവിടങ്ങളിൽ സുരക്ഷ ശക്തമാക്കും. 55 മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും 11 പിങ്ക് പോളിംഗ് സ്റ്റേഷനുകളും ഒരുക്കും. ഇതോടൊപ്പം കൊല്ലം നിയോജകമണ്ഡലത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രത്യേക പോളിംഗ് സ്റ്റേഷനും സജ്ജമാക്കും. എല്ലാ ബൂത്തുകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 11 നിയോജക മണ്ഡലങ്ങളിലായി 20,84,011 വോട്ടർമാരാണുള്ളത്. ഇതിൽ 9,96,263 പേർ പുരുഷന്മാരും 10,87,727 പേർ സ്ത്രീകളും 21 പേർ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുമാണ്. 18,904 ഭിന്നശേഷിക്കാരും 26,451 യുവ വോട്ടർമാരും 16,024 മുതിർന്ന പൗരന്മാരും വോട്ടർമാരായുണ്ട്. തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനായി 2,707 പ്രിസൈഡിംഗ് ഓഫീസർമാരെയും 8,121 പോളിംഗ് ഓഫീസർമാരെയും 180 മൈക്രോ നിരീക്ഷകരെയും ഉൾപ്പെടെ ആവശ്യമായ ജീവനക്കാരെ നിയമിക്കും. ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നമ്മുടെ അനൗൺസ്മെൻറ്റ് വന്നത് 15/3/2026 16 മുതൽ 23 വരെയുള്ള തീയതികളിൽ നോമിനേഷൻ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശം വന്നിട്ടുണ്ട്. 24-നാണ് സൂക്ഷ്മ പരിശോധന. 26-ന് ഇതിൻ്റെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള തീയതി നിശ്ചയിച്ചിട്ടുണ്ട്. 9/4/2026-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, പോളിംഗ് നടക്കുന്നത്. കൗണ്ടിങ് വോട്ടെണ്ണൽ നടക്കുന്നത് 4/5/2026. ഇതാണ് ഷെഡ്യൂൾ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ജില്ലയിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള മുഴുവൻ ഭരണാധികാരികളും അവരുടെ മണ്ഡലങ്ങളിലെ നോട്ടിഫിക്കേഷൻ നടത്തി കഴിഞ്ഞു. 16-ന് പബ്ലിക് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ച് നോമിനേഷൻ പ്രക്രിയ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണത്തെ ഇലക്ഷൻ്റെ സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ വോട്ട് നമ്മുടെ അഭിമാനം എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന സന്ദേശം. ആ സന്ദേശത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഏറ്റവും കൂടുതൽ വോട്ടർ പങ്കാളിത്തം തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പ്രക്രിയയിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശാരീരിക അസൗകര്യമോ പ്രായാധിക്യമോ മൂലം പോളിംഗ് സ്റ്റേഷനിലെത്താൻ ബുദ്ധിമുട്ടുള്ള വോട്ടർമാർക്ക് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇതിനായി ഫോം 12D പൂരിപ്പിച്ച് ബന്ധപ്പെട്ട ഭരണാധികാരിക്ക് നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമർപ്പിക്കണം. ഇതിനായി ഓരോ ബൂത്തിലുമുള്ള VLOമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാവുന്ന സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാവുന്ന പരമാവധി തുക 40 ലക്ഷം രൂപയാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഔദ്യോഗിക പരസ്യങ്ങൾ, ബോർഡുകൾ, ബാനറുകൾ എന്നിവയിൽ പുനഃചക്രമണം ചെയ്യാനാകാത്ത സാമഗ്രികൾ പൂർണ്ണമായി നിരോധിച്ചു. പകരം 100% കോട്ടൺ PCB സർട്ടിഫൈ ചെയ്ത പോളി എത്തിലിൻ പോലുള്ള പരിസ്ഥിതി സൗഹൃദവും പുനഃചംക്രമണം ചെയ്യാവുന്നതുമായ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും കളക്ടർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.